നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില നിർണായക ഹർജികൾ ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. കേരള കാലിക്കറ്റ് സർവകലാശാലകളിലെ ഗവർണറുടെ സെനറ്റ് നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളാണ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നത്. കേരള സർവകലാശാലയിലെ 4 ABVP പ്രവർത്തകരുടെ നിയമനത്തിന് സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേയുണ്ട്. ഹർജി സമർപ്പിച്ചത് നന്ദകിഷോർ, അരുണിമ അശോക് എന്നീ SFI പ്രവർത്തകരാണ്. ഇതിനൊപ്പം സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് സെനറ്റ് അംഗം N ആസിഫ് നൽകിയ ഹർജി, കേരളയിലെ സർക്കാർ നോമിനികളായി നിയമിക്കപ്പെട്ട 3 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയമനം ചോദ്യം ചെയ്ത് മുൻ കുസാറ്റ് വൈസ് ചാൻസലർ നൽകിയ ഹർജിയും പരിഗണിക്കും. സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് G മുരളീധരൻ, ഡോക്ടർ JS ഷിജുഖാൻ, മുൻ MLA R രാജേഷ് എന്നിവരുടെ നിയമനമാണ് ചോദ്യം ചെയ്തത്. ഗവർണറുടെ സെനറ്റ് നാമനിർദ്ദേശം ചോദ്യം ചെയ്തുള്ള ഹർജികളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് കേരള സർവകലാശാല കേസിന് പിന്നാലെ പരിഗണിക്കും. സെനറ്റ് നാമനിർദ്ദേശം റദ്ദാക്കണമെന്നാണ് ഹർജിക്കാർ ഉന്നയിക്കുന്ന ആവശ്യം. ചാൻസലർ കൂടിയായ ഗവർണർ മാനദണ്ഡങ്ങളും കീഴ്വഴക്കവും മറികടന്ന് പക്ഷപാതപരമായ നിയമനം നടത്തിയെന്നാണ് ആക്ഷേപം. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. അതേസമയം ഈയിടയ്ക്ക് നിർണായകമായൊരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. അതായത് കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന ഒരു ഉത്തരവായിരുന്നു ഹൈക്കോടതി നൽകിയത്. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. ഹർജിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനാണ് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇവർക്ക് സെനറ്റ് മെമ്പർമാരായി പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ പോലീസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ കേസുകളൊക്കെ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മാറ്റിവെക്കുമോ, പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഉത്തരവ് എന്നടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.